ആക്നിക്ക് വേണ്ടി എത്ര ക്രീംസ് യൂസ് ചെയ്തിട്ടും ഒരു യൂസും ഇല്ലാത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ള വീഡിയോ ആണ് ഇത്. ഇതിന് റീസൺ ഒന്നെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള മെഡിസിൻ ആയിരിക്കില്ല യൂസ് ചെയ്യുന്നത്, നിങ്ങളുടെ സ്കിന്നിന് വേണ്ട ടൈപ്പ് കറക്റ്റ് മെഡിസിൻ ആയിരിക്കില്ല യൂസ് ചെയ്യുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ റോങ് ആയിട്ടായിരിക്കും യൂസ് ചെയ്യുക. അപ്പോൾ ഇത് ഞാൻ കുറച്ചുകൂടെ ക്ലിയർ ആക്കി തരാം. ആദ്യം തന്നെ ഒരാളുടെ സ്കിന്നിൽ വർക്ക് ആവുന്ന മെഡിസിൻ മറ്റൊരാളുടെ സ്കിന്നിലും ആക്നിക്കും വർക്ക് ആവണം എന്നില്ല. എനിക്ക് വർക്ക് ആയ ഒരു മെഡിസിൻ ഒരിക്കലും ഞാൻ പറഞ്ഞു തന്നെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായും വർക്ക് ആവണം എന്നില്ല. അപ്പോൾ ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് അത് മാറും. ഏറ്റവും നല്ലത് ഒരു ഡോക്ടറിനെ കണ്ട് കൺസൾട്ട് ചെയ്ത് വാങ്ങാം, അല്ലെങ്കിൽ നമ്മൾ തന്നെ പരീക്ഷിക്കണം. ഓരോ ക്രീംസ് യൂസ് ചെയ്ത് ഏതാണ് നമുക്ക് ബെറ്റർ എന്നുള്ളത് നമ്മൾ തന്നെ പരീക്ഷിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ആദ്യം തന്നെ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മെഡിസിൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾ റോങ് ആയിട്ടുള്ള മെഡിസിൻ യൂസ് ചെയ്യുന്നിടത്തോളം നിങ്ങളുടെ സ്കിന്ന് ക്ലിയർ ആവത്തില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന മെഡിസിൻ ഏതാണ്, അതും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങളിപ്പോൾ ക്ലിൻഡാമൈസിൻ പോലത്തെ മെഡിസിൻസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് അധികം നാൾ എഫക്റ്റ് നിൽക്കില്ല. കാരണം ക്ലിൻഡാമൈസിൻ എന്ന് പറയുന്ന ഒരു ആൻറ്റിബയോട്ടിക് ആണ്. അത് നമ്മൾ ആദ്യം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല മാറ്റം വരും. പക്ഷേ ഏകദേശം ഒരു 2-3 മാസം നിങ്ങൾ തുടർച്ചയായി യൂസ് ചെയ്താൽ അത് നിങ്ങൾക്ക് യൂസ് ഇല്ലാതാവും. കാരണം ഈ ക്ലിൻഡാമൈസിൻ ആൻറ്റിബയോട്ടിക് ആയതുകൊണ്ട് തന്നെ അതിൽ ബാക്ടീരിയ റെസിസ്റ്റൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതായത് നമ്മൾ ഒരുപാട് നാൾ നമ്മളിങ്ങനെ മുഖത്തിടുമ്പോൾ നമ്മുടെ ആക്നെ ആ ബാക്ടീരിയ തിരിച്ച് അതിനെ ഫൈറ്റ് ചെയ്യുകയും പിന്നെ അത് ഒരു യൂസും ഇല്ലാതാവുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ ക്ലിൻഡാമൈസിൻ നമുക്ക് ഡോക്ടേഴ്സ് തന്നാൽ ഒരുപാട് നാളത്തേക്ക് തരാം. അതുകൊണ്ടാണ് ഡോക്ടേഴ്സ് പലപ്പോഴും ക്ലിൻഡാമൈസിൻ കോമ്പിനേഷൻസ് ആയിട്ട് തരുന്നത്. അതായത് ഈ ബെൻസോയിൽ പെറോക്സൈഡ് അല്ലെങ്കിൽ ട്രെറ്റിനോയിൻ അതിൻ്റെയൊക്കെ കൂടെ ആയിട്ടാണ് തരിക. അല്ലാതെ ക്ലിൻഡാമൈസിൻ മാത്രമായിട്ട് യൂസ് ചെയ്യാൻ തരുന്നത് കുറവാണ്. ഇനി ഈ ക്ലിൻഡാമൈസിൻ ഒന്നും അല്ല നിങ്ങൾ യൂസ് ചെയ്യുന്നത്, വേറെ ഏതെങ്കിലും മെഡിസിൻ ലൈക്ക് ഏതെങ്കിലും റെറ്റിനോൾസോ അങ്ങനത്തെ മെഡിസിൻസ് ആണ്, ലൈക്ക് ട്രെറ്റിനോയിൻ പോലത്തെ മെഡിസിൻസ് അല്ലെങ്കിൽ അഡാപ്ലിൻ പോലത്തെ മെഡിസിൻസ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കുറച്ച് ടൈം എടുത്തെന്ന് വരും. പ്രത്യേകിച്ച് ട്രെറ്റിനോയിൻ പോലത്തെ ക്രീംസ് ആണെങ്കിൽ നിങ്ങൾ ഒരുപാട് നാൾ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ട്രെറ്റിനോയിൻ പോലത്തെ മെഡിസിൻസ് ചിലർക്ക് 1 വർഷം വരെയൊക്കെ എടുത്തിട്ടുണ്ട് റിസൾട്ട് കിട്ടാൻ. അപ്പോൾ അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലർക്ക് 3-4 മാസത്തിൽ റിസൾട്ട് കിട്ടും, ചിലർക്ക് ചിലപ്പോൾ 6-7 മാസം എടുക്കാം. അപ്പോൾ അത് ഒരു ലോങ് ടേം മെഡിസിൻ ആണ്. ഒരുപാട് നാൾ യൂസ് ചെയ്താലേ നമുക്കത് യൂസ് ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുപോലത്തെ മെഡിസിൻസ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാം. അടുത്തതാണ് നിങ്ങൾ യൂസ് ചെയ്യുന്ന അമൗണ്ട്. പല മെഡിസിൻസും നമ്മൾ ഒരുപാട് വാരി ഇടാറുണ്ട്, ഒരുപാട് ഇട്ടാൽ കുരു പോകും എന്നുള്ളൊരു ചിന്തയിൽ. പക്ഷെ അങ്ങനെ ഇടാൻ പാടില്ല. ഏത് മെഡിസിൻ ആണെങ്കിലും നമ്മൾ കുറച്ചിട്ടാൽ മതി. ലൈക്ക് എല്ലാവരും പറയും പോലെ ആ ഒരു പീ സൈസ്ഡ് എമൗണ്ട് അത് മാത്രം ഇട്ടാൽ മതി, മുഖത്ത് ഫുള്ള് ആ ഒരു എമൗണ്ട് മതിയാവും. അപ്പോൾ അത് ഒരുപാട് ഇട്ടെന്ന് വെച്ചാൽ നമുക്ക് യൂസ് ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ചെറിയൊരു എമൗണ്ടിൽ മാത്രം എപ്പോഴും ഫേസിൽ ഏത് ക്രീം ആണെങ്കിലും യൂസ് ചെയ്യാം. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കൺസിസ്റ്റൻസി. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു ദിവസം ഇട്ടിട്ട് അടുത്ത ദിവസം മടി പിടിച്ച് ഇടാതിരിക്കുക, അല്ലെങ്കിൽ ഒരാഴ്ച മാത്രം ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ഇല്ല എന്ന് പറഞ്ഞ് പിന്നെ നിർത്തുക. ഇതൊരിക്കലും ചെയ്യരുത്. കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി ഒരു കുറഞ്ഞത് ഒരു 3 മാസമൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്, 3 മാസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താലേ നമുക്ക് ശരിക്കും എഫക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് പറ്റുള്ളൂ. ഇനി ഇതിൻ്റെ എല്ലാം കൂടെ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ സ്കിൻ ബാരിയർ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതായത് ഇതുപോലത്തെ മെഡിസിൻസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ ബാരിയറിനെ അത് എഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ട്രെറ്റിനോയിൻ പോലത്തെ ഡ്രൈയിങ് ആയിട്ടുള്ള എല്ലാ ആക്നെ മെഡിസിൻസും ഡ്രൈയിങ് ആണ്. അപ്പോൾ സ്കിൻ ബാരിയറിനെ അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ അത് നിങ്ങൾ എപ്പോഴും കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സ്കിൻ ബാരിയർ റിപ്പയർ ചെയ്യുന്ന സീറംസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫേസ് വാഷോ ഈ സെറാമൈഡ്സ് വരുന്ന ഫേസ് വാഷ് ഇതൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മുടെ സ്കിൻ ഹെൽത്ത് കൂടി ഇംപ്രൂവ് ചെയ്യാൻ നോക്കുക. അലോങ് വിത്ത് ആക്നെ മെഡിസിൻസ് നമ്മൾ നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്ത് കൂടി നോക്കുക. അടുത്തൊരു കാര്യമാണ് സ്കിന്നിൻ്റെ മോയ്സ്ചർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. അതായത് സ്കിന്നിൻ്റെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക. ഒരുപാട് ഡ്രൈ ആക്കാതിരിക്കുക, അതുപോലെ ഒരുപാട് ഓയിലി ആക്കാതിരിക്കുക. കൂടുതലും ഇങ്ങനെ മെഡിസിൻസ് യൂസ് ചെയ്യുന്നവർക്ക് പറ്റുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഒരുപാട് ഡ്രൈ ആയിപ്പോകും. അപ്പോൾ മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യുക, നമ്മുടെ സ്കിന്നിന് എപ്പോഴും ബാലൻസിൽ തന്നെ കൊണ്ടുപോവുക. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ് സ്കിൻ കെയർ എന്ന് പറയുന്നത്. അപ്പോൾ സ്കിൻ കെയർ ചെയ്യുക. മെയിനായിട്ട് പറയുന്ന ബേസിക് ആയിട്ടുള്ള ഫേസ് വാഷ്, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫേസ് വാഷും സൺസ്ക്രീനുമാണ്. സൺസ്ക്രീൻ അത്ര ഇമ്പോർട്ടൻ്റ് എന്ന് പറയാനുള്ള കാരണം നമ്മുടെ മുഖത്ത് ഈ ഡാർക്ക് സ്പോട്ട്സ് വരാനുള്ള കാരണം സണ്ണാണ്. നമ്മുടെ മുഖത്ത് ഈ കുരു വന്നിട്ട് അവിടെ വെയിലടിക്കുമ്പോഴാണ് ശരിക്കും ഡാർക്ക് സ്പോട്ട്സ് ആയി മാറുന്നത്. അതുകൊണ്ടാണ് സൺസ്ക്രീൻ എപ്പോഴും എസ്പെഷ്യലി ഇതുപോലെ ആക്നെ ഉള്ളവർക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാനുള്ള കാരണം അതാണ്. അപ്പോൾ കറക്റ്റായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യുക, സ്കിൻ കെയർ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ സൺസ്ക്രീൻ ഇടുന്നെങ്കിലും നമ്മൾ മാക്സിമം വെയിലടിക്കാതിരിക്കുക. ബസ്സിൽ ഇരിക്കുകയാണെങ്കിലും വെയിലില്ലാത്ത സൈഡിലിരിക്കുക, വെയിലത്ത് ഒരുപാട് നടക്കാതിരിക്കുക, കുട പിടിക്കുക. അങ്ങനെ ഇതൊക്കെ എനിക്ക് ഡോക്ടർ പറഞ്ഞു തന്നെയാണ് മാക്സിമം വെയിലടിക്കാതിരിക്കുക എന്നുള്ളത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് ഈ ആക്നെ. നിങ്ങൾ ഇതിൽ ഏതെങ്കിലും മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് മാറ്റി നോക്കുക, എന്തായാലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ ഉറപ്പായും സ്കിന്നിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാവും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക,
സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ കണ്ടന്റ്സ് ഞാൻ ഡെയിലി ഇടാറുണ്ട്. എന്താണ് എൻ്റെ ആക്നെക്ക് വർക്ക് ആയി എന്നുള്ളത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതൊക്കെ കയറി കാണുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.